ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അപ്പോഴും കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുന്നില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടൊരു ഇതിലൊരു വ്യക്തത കുറവുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തീരുമാനമെടുക്കൂ എന്നുള്ളൊരു ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതാണ് BJP പറയുന്നത്. നിങ്ങൾ ഇനിയും കൊടുക്കാനുണ്ട്, ഡീറ്റെയിൽഡ് രേഖകൾ കൊടുക്കൂ, റിപ്പോർട്ട് കൊടുക്കൂ എന്ന് പറയുന്നിടത്ത് ഇതൊരു ടെക്നിക്കൽ കൺഫ്യൂഷൻ മാത്രമല്ല, കൃത്യമായി ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് സർക്കാരും ഇടതുപക്ഷവും പറയുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. BJP ഇതര സംസ്ഥാനമായ കേരളത്തോട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേന്ദ്രത്തിന്റെ അനുഭാവം ഇത് തന്നെയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ? ഇതില് പ്രത്യേക സാമ്പത്തിക സഹായത്തിന് വേണ്ടിയാണ് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. 27/8/24 പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിവേദനം നൽകിയിട്ടുണ്ട്. അതുപോലെ ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ഈ ദുരന്തം കഴിഞ്ഞ് 1.5 മാസക്കാലത്തിനുള്ളിൽ 1200 കോടി രൂപയുടെ നാശനഷ്ടം സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. 3/10/24 സഹായം കിട്ടാഞ്ഞപ്പോൾ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് സഹായം വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിയമസഭ ഐക്യകണ്ഠ്യേന 2 കാര്യങ്ങൾ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നതിന് ആവശ്യമായ നിലക്കുള്ള തീരുമാനം കേന്ദ്രം എടുക്കണം. അതുപോലെ തന്നെ ദുരന്തത്തിന് സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ധനസഹായം നൽകണം. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ദുരന്തം ഒരു പ്രത്യേകമായിട്ടുള്ള അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടുകൊണ്ട് ആ ഗണത്തിൽപ്പെടുത്തി അതിന് നൽകാവുന്ന സഹായങ്ങളെല്ലാം കേരളത്തിന് നൽകണം എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെയാണ് കേന്ദ്രത്തിന് അന്വേഷണ സംഘം ഇതുമായി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. പ്രധാനമന്ത്രി വന്ന് ഇവിടെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ പ്രത്യേകമായ നിലക്ക് സഹായിക്കുക എന്ന് പറയുന്നത് അത് സംസ്ഥാനത്തൊരു അവകാശമാണ്, കേന്ദ്രത്തിന്റെ എന്തെങ്കിലും നിലക്കുള്ള ഔദാര്യമല്ല. എന്ന് മാത്രമല്ല, ഇതിനു ശേഷം നടന്നിരിക്കുന്ന ദുരന്തങ്ങളോട് എന്താ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട്? അവിടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മന്ത്രി പോയി സന്ദർശിക്കുന്നു, നിവേദനം പോലും കൊടുക്കുന്നില്ല, സഹായം നൽകുകയാണ്. ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചെങ്കിലും ഇതിന് ശേഷം നമുക്ക് അക്കാര്യം കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ദുരന്തമുണ്ടായിട്ട് 3.5 മാസക്കാലം കഴിഞ്ഞിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ കൊടുത്ത നിവേദനങ്ങൾക്കുള്ള മറുപടിയാണ്. സാധാരണഗതിയിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പൊതുവിലുള്ള ഫണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്ന ഫണ്ടാണ്. അത് കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു ഫണ്ടല്ല, ഈ ദുരന്തത്തിന് മാത്രമായിട്ടുള്ള ഒരു ഫണ്ടുമല്ല. ഇവിടെ ആ കത്തിനകത്ത് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ഇതുപോലെ തന്നെ KV തോമസ് ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വിശദാംശം വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ KV തോമസ് കേന്ദ്ര ധനമന്ത്രിയെയും ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാരെയും കണ്ടിട്ട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും നിലക്കുള്ള വിശദാംശങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയാത്ത ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുക, ഇതാണ് യഥാർത്ഥ സ്വീകരിക്കുന്ന നിലപാട്. ഇത് കേരളത്തോടുള്ള ഒരു വെല്ലുവിളിയും കേരളത്തോട് കാണിക്കുന്ന അന്യായവുമാണ് എന്ന് കൃത്യമായ നിലക്ക് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഉദാഹരണത്തിന് കാര്യം പറയാം, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നടന്നിരിക്കുന്ന ഒരു വലിയ വിവാദമുണ്ട്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച സംഖ്യയെ സംബന്ധിച്ച് നടന്നിരിക്കുന്ന വിവാദം. ആ വിവാദത്തിൽ എന്താ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ച നിലപാട്? കേന്ദ്രം നമുക്ക് സഹായം നൽകാത്തതിനെ സംബന്ധിച്ചിടത്തോളം അല്ല അവർ സംസാരിക്കുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് എന്തോ ചെലവിൽ അന്യായം കാണിച്ചു എന്നുള്ള നിലയാണ്. ഇപ്പൊ ഇതുവരെയുള്ള കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയോട് എന്താ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്? ഇവിടെ കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല, അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഫണ്ട് നീക്കാൻ സാധിക്കുന്നില്ല, കിഫ്ബിക്ക് കടമെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, അതുപോലെ പെൻഷൻ ബോർഡ് കടമെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്തുകൊണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഈ കണക്കുകൾക്കിടയിൽ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. ഇത് നവംബർ 10 രേഖപ്പെടുത്തിയ കത്ത്, അത് ഇന്നലെ അത് പുറത്തുവിടുന്നത് വയനാട് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തുനിന്നു. അതായത് വയനാടിനോട് ആ ഒരു രാഷ്ട്രീയ പ്രചാരണ സമയത്ത് പോലും ഇത് പുറത്തുവിടാതെ ഒരു രാഷ്ട്രീയ ചതി കൂടി കാണിച്ചിരിക്കുന്നു. അങ്ങനെ ആരോപണമാണല്ലോ നിങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല, ഇതില് BJPക്ക് അവരുടെ കേന്ദ്ര ഗവൺമെന്റിന് രാഷ്ട്രീയമായ മര്യാദയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഗവൺമെന്റ് വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ളതായിരിക്കും, പക്ഷെ രാജ്യത്തിനകത്ത് ഒരു നിയമ സംവിധാനമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, രാജ്യത്തുള്ള ഫിനാൻഷ്യൽ നിയമങ്ങൾ അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് കൊടുക്കാൻ ബാധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനോടെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തികച്ചും ശത്രുതാപരമായ നിലപാട്, ഈ കേരളത്തിന്റെ ഭാഗമാണോ ഇന്ത്യ എന്ന് ആളുകൾക്ക് ചോദിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള നിലപാട് BJPയുടെ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. ഇപ്പൊ കേന്ദ്രത്തിന്റെ കത്ത് ഇന്നേ വന്നിട്ടുള്ളെങ്കിലും ഈ കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ടുള്ള ചർച്ചകളിൽ BJP നേതാക്കന്മാർ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കറിയാം. അവർ ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ നിലപാട് നേരത്തെ അവർക്ക് അറിയാമെന്നാണ്. നേരത്തെ തന്നിരിക്കുന്ന 291 കോടി കയ്യിലില്ലേ,
അതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഈ കത്ത് വരുന്നതിന് മുമ്പ് BJP നേതാക്കന്മാർ ഈ ചർച്ചയിലെല്ലാം ഉന്നയിച്ചിരിക്കുന്ന ഒരു നിലപാട്. എന്ന് പറഞ്ഞാൽ ഇത് ആസൂത്രിതമായ തീരുമാനിച്ചൊരു നിലപാടാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ദുരിതം നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ നിധി അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒന്നാണ്. അത് ഈ പറയുന്ന പോലെ സാമ്പത്തിക വർഷം ആകെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കെല്ലാം നീക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് 11 മാസമേ ആയിട്ടുള്ളൂ, ഇനി 4 മാസക്കാലം ബാക്കിയുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം വേണ്ടി ഉപയോഗിക്കേണ്ട 291.2 കോടി അത് നിങ്ങളുടെ കയ്യിലില്ലേ, അതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്നുള്ള ന്യായം BJP അടക്കം ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണിതെന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഈ രാജ്യവും ലോകവുമാകെ തന്നെ ഞെട്ടിത്തെറിച്ചൊരു ദുരന്തത്തോട് എത്ര അന്യായമായ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ലോകത്തിന് നാനാഭാഗത്തു നിന്ന് സഹായം ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും സുസംഘടിതമായ നിലയിലുള്ള ഒരു ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് എതിരാളികളടക്കം പറയുന്നത് നിലയുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരുപക്ഷെ ഈ കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ് നടന്നതെന്നുള്ളത് തീർച്ചയായും ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഞാൻ തിരികെ എത്താം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ. BJP